അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അസ്സലാം. ഓക്കെ, എന്തൊക്കെയാ എല്ലാരും വിശേഷം? എല്ലാരും വന്നോ? മിസ്സേ, ഞാൻ നിസ്കരിച്ചു. നിസ്കാരമൊക്കെ പെട്ടെന്ന് വേഗം കഴിച്ച് വെക്കട്ടെ. പെട്ടെന്ന് വരാം. ഓക്കെ. ഓക്കെ. ഷഹാന മിസ്സേ, ലിങ്ക് മാറിയിട്ടുണ്ട്. ഇതിലല്ല നിങ്ങളുടെ. ഓക്കെ മിസ്സേ, സ്റ്റാർട്ട് ചെയ്തു മിസ്സേ. ഓക്കെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതുവരെ എടുത്ത്? ഫായില് എടുത്തു അല്ലെ? ഫായില് നമുക്കിനി ഏതാ ചെയ്യാനുള്ളത്? ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ? ലാസ്റ്റിലെ ആക്ടിവിറ്റി ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് നോക്കാം. ഒന്ന് വായിച്ചു നോക്കൂ. ലാസ്റ്റ് ആക്ടിവിറ്റി. ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഹായ്, ഹലോ. എടി ഉച്ചു എന്നെ വിളിക്കുന്ന. ഓക്കെ, തമ്രീന് ഫിലി റാബ് വന്നോ? എല്ലാവരും വന്നോ? നമുക്ക് പറയല്ലേ അല്ലെ? അതായത് നമുക്ക് ഇറാബ് പറയാനാണ്. ഇറാബ് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഫസ്റ്റ് തന്നെ അതിനെ കൊടുത്തിട്ടുണ്ട്. ഹലറൽ ഇബു എന്നല്ലേ കൊടുത്തിട്ടുള്ളത്? കണ്ടോ? അതെന്താ പറയണേ? നമ്മൾ ഓരോ വേർഡ്സും അതിനെ ഗ്രാമറായിട്ട് അനാലിസിസ് ചെയ്യാനാ പറയുന്നത്. ഗ്രാമർ അനാലിസിസ് എന്നാണ് ഇറാബ് പറയാന്നുള്ളതിന് പറയും. നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ ചാപ്റ്ററിലും ഗ്രാമർ അനാലിസിസ് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വരുന്നുണ്ട്, ഒരു ആക്ടിവിറ്റി. അതെന്താണ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താണ്? ഹലറൽ ഇബു. അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? എങ്ങനെ ഹലറ പറഞ്ഞ എന്താ? പ്രസന്റ് ആയി. പ്രസന്റ് ആയി. ആര് പ്രസന്റ് ആയാൽ ഇബു. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്താത്ത ആളെന്ന് പറയുമല്ലോ, എന്താ? അൺപ്രസന്റ് ആയിട്ടുള്ള ആള് എന്തായി? പ്രസന്റ് ആയി എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മളിത് അതെ, നമ്മളിത് പറയുമ്പോ അറൈവ്ഡ് അല്ലെ? ഇവിടെ എന്ന് വെച്ചാ വരാത്ത ആള് എത്തി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇതിൽ പറയുമ്പോ നമ്മൾ അതിന്റെ ഓരോ വേർഡ്സും അനാലിസിസ് ചെയ്യാണ്. അതാണ് ഇറാബ് പറയാന്നുള്ളതിന്റെ. നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, ഇറാബ് പറയാൻ എഴുതാനെന്ന് പറഞ്ഞിട്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇറാബ് നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ചാപ്റ്ററിലൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി ഇതായിരിക്കും. ഇത് നിർബന്ധമായിട്ടും നമ്മളത് അറിയണം. അപ്പൊ ഹലറ എന്ന് പറയുമ്പോ അത് എന്താണ്? അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ? നമ്പർ ഒന്ന് പറഞ്ഞുതരോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞുതരോ? പേജ് നമ്പർ ഞാൻ എത്രയാണ്? 30. പേജ് നമ്പർ 30. ഞാൻ പുതിയതാണ്. അയ്യോ, സ്ഥാനത്ത് ഇവിടെ വേറെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സാബിറ അല്ല, സാബിറ. ഫസ്റ്റ് ആണ് ക്ലാസ്സില്. ബുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, നമ്മളെ എന്താ അതില് ഒരു PDF ആണ് ഉള്ളത്. അത് നമ്മള് കുറച്ച് പേജസ് നിങ്ങളൊന്ന് ആരെങ്കിലും ഒരാൾ അയച്ചു കൊടുത്താലും മതി കേട്ടോ. ഏതൊക്കെ പേജസ് എന്നുണ്ട് അത് പ്രിന്റ് എടുക്കാണ് ചെയ്യണം കേട്ടോ. നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണ്. ആ 2 ടെക്സ്റ്റ് ബുക്കിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പൊ അത് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വേണ്ട എന്നുള്ളതിലാണ്. ഒരുപാടുണ്ട് അതിൽ. ഒരു ബുക്കിൽ തന്നെ നമുക്ക് 300 പേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്ക് വേണ്ട. നമുക്ക് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെ മതി എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്കൊരു ബുക്കാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ബുക്കിലേക്ക് കിടക്കണേ. അപ്പൊ ഫസ്റ്റ് ബുക്കിലുള്ള പേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരണം കേട്ടോ. ഒന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ നോക്കാം. 11-48 ആണ്. എന്റെ പേര് സാബിറ എന്നാണ് അല്ലേ? അതെ. എവിടെ വീട്? ഞാൻ പൂനൂരിന്ന് പറയും. കാന്തപുരം. കാന്തപുരം. ഓക്കെ. ശരി. ഉസ്താന്റെ വീട്. സബ്ജക്റ്റിലൊക്കെ ഉള്ള ആളെന്നല്ലേ? ഓ,
മറ്റുള്ള സബ്ജക്ട്സിലൊക്കെ നമ്മൾ ഒരുമിച്ചില്ലേ ഇംഗ്ലീഷിലും ആ വെറുതെ MTTC-ലുണ്ട് ഞാന്. ഓക്കെ ഓക്കെ. ശരി ശരി. ഇതിലെന്താ ഇപ്പൊ നിങ്ങള് പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണോ അതോ ഞാൻ അറബിക് TTC എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ തോന്നി ഇത് എടുക്കാന്നുള്ളത്. ഞാൻ ഓൾറെഡി വർക്ക് മിസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഒരു ടീച്ചറാണേ. എവിടെയാണ് വർക്ക് ചെയ്യണേ? ഇവിടെ KG സെക്ഷനിലാണ്. ചളിക്കോട് ഗവൺമെന്റ് സ്കൂളാണ്. ശരി ശരി. KG-ല് അല്ലേ? ആ ആ ആ അപ്പോ എങ്ങനെയാ അവർക്ക് എങ്ങനെ വീക്ക്ലി 1 ക്ലാസ്സോ എങ്ങനെ വരിക അറബിക്ക്? അറബിക് ഇല്ല അവിടെ. ഇല്ല അല്ല. ഇല്ല. ശരി ശരി. എനിക്ക് ഈ അറബിക് എടുത്താല് സ്റ്റാൻഡേർഡിലൊക്കെ എടുക്കാൻ പറ്റുമോ? TTC എടുത്താല് 5th വരെ പഠിപ്പിക്കാന്നാണ് ഇന്ന് സാറ് എന്നോട് പറഞ്ഞത്. നമ്മൾ ആ അത് പോസ്റ്ററിൽ അത് അങ്ങനെ ഉണ്ടെന്നത്. വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ കയറുന്നത്. ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണ്, അതാണ്. ഓക്കെ. ഞാൻ ആദ്യം വിചാരിച്ച് മാറി കയറിയതാണെന്ന്. കാരണം നമ്മൾ സയൻസ് ഇതിൽ മാറി കയറിയണല്ലോ. അങ്ങനെ കയറി. അപ്പൊ ഞാൻ ആ വിചാരിച്ചത് അങ്ങനെ എന്തെങ്കിലും അയക്കാരെന്ന് പിന്നെ വിചാരിച്ചിട്ടാണ് ഒരു ഞാൻ. കുഴപ്പമില്ലാതെ ക്ലാസ് കേൾക്കുന്നുണ്ടപ്പോ എനിക്ക് ഉറപ്പായിട്ടും പുതിയ ഞാൻ ആദ്യം കേട്ട് നോക്കിയതാ. അല്ലേ സാബിർ മിസ് ഇഞ്ഞോട് ചോദിച്ചില്ലേനോ പറ്റുമെന്നൊക്കെ? ആ ആ ആ അല്ല നമുക്കൊരു സുദിന ഇവിടെ പോയിട്ടില്ലേ? ദിനാമിച്ചാണ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് 12 തിരിച്ചു പോകണം. അതിന് ശേഷം ഇനി ഇവിടെ കാത്താ മതി. അതല്ലേ. ശരിയാ. അത് ശരി. ഓക്കെ. നമ്മള് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കേട്ടോ. ഒരു 3 ചാപ്റ്റേഴ്സ് നമ്മളെ കഴിഞ്ഞു. നമ്മളിനി 4th-ലേക്ക് കടക്കാൻ പോവാണെന്ന്. അപ്പോ അതിന്റെ നോട്ട്സ്. റെക്കോർഡിംഗ് ക്ലാസ് വിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ബൈസ മിസ്? ശരി. അപ്പൊ നോട്ട്സും ഉണ്ട്, അതിന്റെ നോട്ട്സും ഉണ്ട്. അപ്പോ അതും കൂടെ നോക്കിയാൽ സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് ഏകദേശം ബേസ്, അതായത് നമ്മൾ ആദ്യം എന്താണ് സെന്റൻസ് എന്നും, പിന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സെന്റൻസ് ജുംല മുഫീദ എന്ന് പറഞ്ഞിട്ട്, പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു സെന്റൻസിന് എന്തൊക്കെ ഉണ്ടാവും, അതായത് ഇസ്മ ഉണ്ടാവും അല്ലെ, നെയിം ഉണ്ടാവും, അതുപോലെ ഫെയില് അല്ലെ, വെർബ്, ഇസ്മ ഫെയില്, ഹർഫ് എന്ന് പറയുമല്ലോ. ഹർഫ് പറഞ്ഞാൽ ഫി അല അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ഏതൊക്കെയെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രം. പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററിൽ 3rd ചാപ്റ്ററിൽ ഇരുന്നുണ്ട് പാസ്റ്റ് പ്രസന്റ് ഒക്കെ ഉണ്ടല്ലോ അറബിയില്. പാസ്റ്റ്, മാളി. തീരെ അറിയൂല. അത് സാരല്ല. മിസ് പേടിക്കണ്ട, നമ്മളൊക്കെ സെയിം സംഭവം. അപ്പൊ അതിന്റെ പാസ്റ്റ് പ്രസന്റ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പാസ്റ്റ് പ്രസന്റ് ഒക്കെ അറിയാലോ. അതുപോലെ തന്നെയാണ്. അതിൽ ചെറിയൊരു മാറ്റം വരുന്നതന്നെ ഉള്ളൂ. ഒരു അംബ്ര പറഞ്ഞിട്ട് സംഭവം, കമാൻഡ് ഉണ്ടല്ലോ, മേ ഐ ഗോ ടു ടോയ്ലറ്റ് കുട്ടികൾക്ക് നമ്മള് പറയല്ലോ, അതേപോലെ തന്നെ അമ്ര അതുണ്ട്. അതൊക്കെ അറബിയിലാക്കി എങ്ങനെ, അതന്നെ ആ ഒരു വ്യത്യാസം തന്നെ ഉള്ളൂ. സിമ്പിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെ, നിങ്ങൾ നോക്കൂ എന്തായാലും. മിസ് നോക്കിയിട്ട് റെക്കോർഡ് ക്ലാസ് കിട്ടുമ്പോ അതൊക്കെ ഒന്ന് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, പേഴ്സണലായിട്ട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഗ്രൂപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോളൂ. ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഇന്ന് നമ്മൾ ഫായിൽ എന്നുള്ളൊരു ചാപ്റ്റർ ആണ്. അതായത് നമ്മൾ പറയല്ലോ, കർത്താവ് എന്ന് പറയില്ലേ, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആള്, അതാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫായിൽ എന്നാണ്. ഫെയില് പറഞ്ഞ പ്രവർത്തനം. ഫായിൽ എന്ന് പറഞ്ഞാല് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണോ അവരെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ആ ചാപ്റ്ററിൽ എത്തി. അതിന്റെ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി ആണ് നമുക്കിത് ചെയ്യാനുള്ളത്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് അത് എത്രാമത്തെ പേജ് നമ്പർ ആയിരുന്നു? ഫായിലിന്റെ പേജ് നമ്പർ 30. തമ്രീന് ഫിൽ ഇറാബ്. ഇറാബ് പറയാന്നറിയാം. ഇറാബ് പറയാന്ന് പറഞ്ഞ എന്താ? അനാലിസ് ആണ്. നമ്മൾ ഗ്രാമറിനെ അനാലിസിസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ഇറാബ് പറയാന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഉള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ നന്നായിട്ട് നോക്കുക. ഫസ്റ്റ് എന്താ, നമൂസജ് എന്ന് പറഞ്ഞാല് മോഡലാണ് കേട്ടോ. നമൂസജ് അതിൽ കാണാനുണ്ടല്ലോ. നമൂസജ് പറഞ്ഞാൽ മോഡൽ. ഒരു മോഡൽ തന്നിക്കാണ്. 2 മോഡൽ ഉണ്ട്. പിന്നെ ഒരു 2 നമുക്ക് നമ്മളോട് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്താ, ഹലറൽ ആഇബോ. ആഇബ് എന്ന് പറഞ്ഞ, ഹലറ പറഞ്ഞ എന്താണ്? പ്രസന്റ് ആയി. പ്രസന്റ് ആവാം അല്ലെ, അറിയിവിടെ എന്നൊക്കെ പറയാം. അൽ ആഇബു ആര്?
എത്താത്ത ആള് എത്തിന്ന് നമ്മൾ പറയല്ലോ. അൺപ്രസന്റ് ആയിട്ടുള്ള ആൾ എന്തായി? പ്രസന്റ് ആയി എന്നാണ് അവിടെ മീനിങ്. അതൊന്നല്ല നമുക്ക് അറിയേണ്ടത്. ഫസ്റ്റ് വേർഡ് ഏതാ? ഹല്ലറ. ഹലറ. ഹലറ എന്ന് പറയും. ആ, ഫെയിലാണ്. ഇസ്മാണോ ഫെയിലാണോ ഹർഫാണോ? ഫിയല്. പേര് ഫെയിലാണ്. ഫെയിലും എന്താണ്? മാലി. മാളി. മാളി. മാളിയാണോ മുള്ളാരിയാണോ അമ്രാണോ? മാലി. മാലി. മാളി. അത്രേ ഉള്ളൂ. ഹലറ. നമ്മൾ അതൊന്നും ഓരോ വേർഡ്സ് എടുത്തിട്ട് എന്ത് ചെയ്യാ, അതിന് ഓപ്പറേഷൻ ചെയ്യാന്ന് അറിയില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കീറി മുറിക്കുക. കീറി മുറിച്ച് അതെ, പരിശോധിക്കുക. അവിടെ ഹലറ. ഹലറ എന്ന് എഴുതുക. നിങ്ങളോട് ഏറാബ് എഴുതാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിന്ന് ഓരോന്ന് പെറുക്കിയെടുത്ത് ഹലറ എന്ന് പറഞ്ഞ എന്താ? ഫെയില് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഫെയില് മാലി എന്ന് കൂടെ എഴുതണം. ഇനി മുലാരി ആണെങ്കിൽ മുലാരി എഴുതണം, അമ്ര ആണെങ്കിൽ അമ്ര എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ അതിൽ ഫെയില് മാലി നമ്മൾ കണ്ടല്ലോ അല്ലെ? ഹലറ എന്ന് പറയുമ്പോൾ ഫെയില് ഫിയോല് മാലി. മാലി. നെക്സ്റ്റ് അൽ ഇബു. ഫായില് മുള്ളാരി. അല്ലെ? ഫായിലെപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കണം മർഫു ആണെന്ന്. ഇനി നമ്മൾ പറയുമ്പോ ഫായിലും മർഫു എന്ന് പറയണം. ഫായിലാണെങ്കിൽ അതെന്താണ്? അതിനെപ്പോഴും ആണെന്ന് പറഞ്ഞില്ലേ? ലൊമ്മാണല്ലോ ലാസ്റ്റ് വരിക. ഫായിലിന് എപ്പോഴും ലൊമ്മാണ് വരിക എന്നാണ് നമ്മൾ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറയണം? ഫായിൽ എങ്ങനെയായിരിക്കും? മർഫു ആയിരിക്കണം. ഇബു എന്നാണല്ലോ അതിന്റെ ലാസ്റ്റ് ഇറാബ് പറയണം. ഓക്കെ. അപ്പൊ ഫായിലുൻ എന്തും കൂടെ പറയണം? മർഫൂൻ. മർഫൂഉൻ. ഓക്കെ. നിങ്ങളിതിപ്പോ എങ്ങനെയാ നോക്കണത്? കൂട്ടിക്കണ്ടോ നോക്കിയാണത്. കയ്യില് ഉണ്ടോ അതിന്റെ PDF ഒക്കെ PDF ഉണ്ടാക്കാനാ? ലാണോ നോക്കുന്നത്? അതോ നിങ്ങൾ PDF നോക്കുന്നവരുണ്ടോ? ഒരു കാര്യം ചെയ്യോ? ഞങ്ങൾ പ്രിന്റ് എടുത്തേനെ. പ്രിന്റ് എടുത്തിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യോ? നമ്മളെ സാബിറ മിസ്സിനെ ആ. ഇതിന്റെ ഒരു PDF അയച്ചു കൊടുക്കാം. മിസ്സിന് ഇപ്പൊ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ആ. ഒരാൾ സ്നേഹത്തിന്റെ അടുത്തുണ്ടാവും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് PDF ഒക്കെ ഉണ്ടാക്കിയത് സ്നേഹത്തിനാണ്. ഞാൻ അയച്ചെടുത്ത. ഓക്കെ. ഒരാൾ വേഗം അയച്ചു കൊടുത്ത മിസ് ഇപ്പൊ ഒന്നും മനസ്സിലാവുണ്ടല്ലോ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴേ. തന്നെ. സാബിറ മിസ് ഒരു ഹായ് വിടുവോ? ഹായ് ആയിക്കോട്ടെ വിടല്. അപ്പൊ മിസ് പേജ് നമ്പറും കൂടെ പറഞ്ഞെടുത്താൽ അതിങ്ങനെ ഫോളോ ചെയ്യാലോ. നമ്മൾ ആ വർക്ക് ഫുള്ള് തലേന്ന് പുക കൊണ്ടോട്ടോ മിസ്സേ. അത് ഏത് നോക്കിട്ട് വർക്ക്? അത് മിസ് ഫുൾ വർക്ക് തന്നിട്ടുണ്ടല്ലോ. പറഞ്ഞു തന്നെ. മിസ്സേ 20 അത് 25 ആക്കും മിസ്സേ. 20-25 മിസ്സേ പ്ലീസ്. കിട്ടിയോ? ഒരു മിനിറ്റ് ഇപ്പൊ വിടാം. മിസ്സിന്റെ ഡിമ്പിള് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ഓ മാഷാഅല്ലാ. അതിന്റെ കണ്ണ് വെച്ച് ഇതാണ് ഞാൻ ക്യാമറ ഓഫ് ആക്കിട്ട് ഇതാണ് പണില്ലേ? വാച്ച് ചെയ്യോ? അത് നമ്മൾ പറയണല്ലോ. പറയാണ്ട് അറിയോ ആരെങ്കിലും? എന്നിട്ട് ഇങ്ങളെ കാണുന്നില്ലല്ലോ. ഡിമ്പിള് ചിലപ്പോ ഓരോ പ്രശ്നമാണ്. ചിലപ്പോ പറയാം ഇങ്ങനെ കുഴിഞ്ഞു പോയിക്കണെന്ന് പറയും. ഇത് ഞാൻ വലുതാണ് സാധനം വലുതാവില്ല. അതാ രസേ. അതന്നെ രസം കാണാന്. എന്താ രസാ. ഒഴിഞ്ഞ് വാങ്ങിയത് വെച്ചേക്കണ. അതെ, ഇനി നാളത്തേക്ക് ഗ്യാപ്പ് പോകുന്ന തോന്നേ. കിട്ടിയില്ലേ? PDF കിട്ടിയോ? വിട്ടു. കിട്ടി. അതായത് അൺമ്യൂട്ട് ചെയ്തോളൂ. പേജ് നമ്പർ 30 ആണ് കേട്ടോ. നമുക്ക് 30ാമത്തെ പേജ് നമ്പർ. ഓക്കെ. പോയി കളിച്ചോ. കിട്ടിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ. നെക്സ്റ്റ്. അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതില് ഫസ്റ്റ് എന്തായിരുന്നു? എന്താ കിട്ടിയത്? ഹലറ എന്നുള്ളത് എന്താണ്? ഫെയില് മാളിയാണ്. ലായിബ് എന്ന് പറഞ്ഞാൽ ഫായിൽ എന്താണ്? മർഫു ആണ്.
ആ ലമ്മ് വരുന്നതിന് നമ്മൾ മർഫു എന്നാണ് പറയാ. ഓക്കെ, നെക്സ്റ്റ് യത്വീറുൽ സുബാബു. യത്വീറു എന്ന് പറഞ്ഞാൽ എന്താ? ത്വാറ പറഞ്ഞാൽ എന്താ? പറന്നു. ആ, ത്വാറ പറച്ച, പറച്ച. സുബാബ് പറഞ്ഞാൽ എന്താ മീനിങ്? ഈച്ച. ഈച്ച ആ, സുബാബ് പറഞ്ഞാൽ ഈച്ചയാണ് കേട്ടോ. ഈച്ച പറന്നു. ഈച്ച പറക്കുന്നു എന്നാണ് അല്ലെ യത്വീറു. അങ്ങനെ ആവുമ്പോൾ യത്വീറു എന്നുള്ളത് എന്താണ്? മുലാരിയാണ് അല്ലെ, അതിൽ തന്നെ ഉണ്ട് ഫിഅലുൻ മുലാരി. മുലാരി എന്ന് പറയാൻ എന്താ കാരണം? ത്വാറ എന്നുള്ള ഫിഅലിനെ യത്വീറു എന്ന് പറയാൻ കാരണം എന്താ? ദുബ്ര പറഞ്ഞു. അവിടെ സുബാബാണ് അല്ലെ. സുബാബ് പറഞ്ഞാൽ അത് മുഅന്നസ് ആണോ മുസക്കറാണോ? സ്ത്രീലിംഗമാണോ പുല്ലിംഗം? മുദക്കറല്ലേ? അതെ അതെ അതെ. മുസക്കർ ആയതുകൊണ്ട് തന്നെയല്ലേ അവിടെ യത്വീറു എന്ന് പറയുക, അല്ലെങ്കിൽ തത്വീറു എന്നല്ലേ വരിക? യെസ് യെസ് അതന്നെ. ഓക്കെ, അപ്പൊ അന്നേരം എന്താ ഫെയില് മിസ്സേ? മുലാരി അല്ല, തൊത്തീറു എന്ന് പറയുമ്പോ എന്താ വരിക അതിന്റെ മീനിങ്? ദുബാബത്ത് സെയിം വേർഡ് തന്നെ, പക്ഷെ അപ്പത്തെ ദുബാബത്ത് എന്നാക്കാവും. പെണ്ണാവും. ദുബാബ് എന്നാവില്ല. ആത്താവ് വരും ലാസ്റ്റ്. എത്ര ആലോചിച്ചാ മതി. താന്ന് വരുമ്പോ ഒരു ഫെയിലിന്റെ മുന്നില്, ഫെയില് മുലാരിന്റെ മുന്നിൽ താ വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മിന് അല്ലെങ്കിൽ പേരിന് എന്തായിരിക്കും? അതൊരു മുഅന്നസ് ആയിട്ടുള്ള വേർഡായിരിക്കും. അതായത് സ്ത്രീലിംഗം. ഇപ്പൊ സുബാബത്ത് എന്ന് വരുമ്പോ നമുക്ക് എന്തായി? ആ തത്വീറുന്നാവും. ഇവിടെ സുബാബ് മുസക്കർ പുല്ലിംഗം മസ്കുലൈൻ ആയതുകൊണ്ടാണ് ഇവിടെ എന്തായത്? യത്വീറുന്നായത്. ഓക്കെ, അപ്പൊ അത് ഫായിലൈനും എന്ന് പറയുമ്പോ ഏതേനും? യത്വീറു എന്നുള്ളത് ഫെയില് മുലാരി ആണ്. ഓക്കെ, അടുത്ത സുബാബ് എന്താ? സുബാബു എന്നാണ്. സുബാബു എന്താണ്? ഫായിലാണ് അല്ലേ? അതെ, സുബാബ് ഫായിലാണ്. ആണ് ഫായിലുൻ മർഫൂഉൻ. ഓക്കെ, നമുക്ക് മറ്റേന്ന് നോക്കി നോക്കാം അല്ലെ. അല്ലെ, ഒന്ന് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് എന്താ? ഫാല നെഹ്റു ഉണ്ട്. അതുപോലെ എന്താണ്? വേറൊന്നും കൂടെ ഉണ്ട്. ആ ഓക്കെ. അതില് ഫാല നെഹ്റു എന്ന് പറഞ്ഞ എന്താ മീനിങ്? നദി കവിഞ്ഞൊഴുകി. ഫാല നെഹ്റു എന്ന് പറഞ്ഞാല് കര അതന്നെ. ഫാല പറഞ്ഞാല് കര കവിഞ്ഞൊഴുകാന്ന് പറയല്ലോ നമ്മള്. കര കവിഞ്ഞു. ഫാല എന്ന് പറഞ്ഞാൽ കര കവിഞ്ഞു. എന്ത്? നെഹ്റ് നദി ഓവർഫ്ലോ ആവാന്ന് പറയല്ലോ. ഓക്കെ, ഇതില് ഇനി ഓരോന്നോരോന്ന് എടുത്തോളൂ, അതിനെ അനാലിസിസ് ചെയ്തോളൂ. പറയൂ. ഓക്കെ, നെക്സ്റ്റ് നെഹ്റു അതന്നെ. ഫാല പറഞ്ഞാൽ ഫാല ഫിഅ്ല് മാളി, അൻ-നെഹ്റു ഫായിലുൻ മർഫൂഉൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കിട്ടിയല്ലോ. അടുത്ത എന്താ? യർബഹു അത്താജിറു. യർബഹ് പറഞ്ഞാല് ലാഭം നേടുക എന്നുള്ള മീനിങ് ആണ്. ലാഭം നേടുന്നു, ലാഭം നേടുന്നു. അത്താജിറു ആര്? മെർച്ചന്റ്, കച്ചവടക്കാരൻ, വ്യാപാരി. പറയും. മെർച്ചന്റാ? മുളാരി. ഓക്കെ, യർബഹു എന്നുള്ളത് എന്താണ്? ഫെയില് മുലാരി ആണ്. അതുപോലെ താജിർ എന്താണ്? ഫായിലുൻ മർഫൂഉൻ. അത് ഒരുമിച്ച് എഴുതരുത്, അടിയിലടിയിലാക്കി എഴുതണം കേട്ടോ. നമ്മൾ എഴുതുമ്പോ ഒരു വരിയില് ഫസ്റ്റത്തെ എഴുതുക, ദെൻ സെക്കൻഡ്, അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് ഇറാബ് എഴുതുമ്പോ അങ്ങനെ തന്നെ എഴുതണേ. ആ മോഡൽ പോലെ തന്നെയാണ് വരേണ്ടത്. നമ്മൾ കണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ വരേണ്ടത്. നേരെ എഴുതി പോവരുത്. ഓരോന്ന് എടുക്കാം, അതിനെ ഓരോന്നാക്കിയിട്ട് ചെയ്യാം. അത് ഫായില് മർഫൂഅല്ലേ മിസ്സേ?
താജിറു മർഫു. ഫായിൽ എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കുമല്ലോ. ഫായിൽ എപ്പോഴും മർഫു ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. എന്താണ്? അൽ മഫ്ഊലും മഫ്ഊലു ബിഹി. അൽ മഫ്ഊലു ബിഹി. എന്നുള്ളതാണ് അല്ലെ? പേജ് നമ്പർ 31-ലാണ്. 31 പേജിൽ അൽ മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കായിദ നമ്മള് നമ്മൾ ഓരോ കായിദ പറയുമ്പോ ആ ഒരു പേജിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അടുത്ത പേജിലായിരിക്കും കായിദ എന്ന് പറഞ്ഞിട്ട് കാണണ്ട. 32-ലാണ് അതിന്റെ കായിദ എന്ന് പറഞ്ഞാൽ വ്യാകരണം, അതായത് റൂളാണ്. നമ്മൾ ഒരു റൂള് പഠിക്കുകയാണ്. ഓരോ റൂളും പ്ലസ് അതിന്റെ എക്സാമ്പിൾസും അതിന്റെ ആക്ടിവിറ്റിയും, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബുക്ക് പോകുന്നത്. നമ്മൾ അങ്ങനെയാണ് ക്ലാസ് എടുക്കാറ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ റൂൾ ആദ്യം പഠിക്കും. റൂള് പഠിച്ചതിന് ശേഷം എന്താ ചെയ്യാ? അതിന് മുകളിൽ 31 പേജില് മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് കാണാനല്ലോ, അംസില എന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാ? അംസില ചെയ്യാറ് കേട്ടോ. അങ്ങനെയാണ് നമ്മള് ചെയ്യാറ്. അതും പറഞ്ഞ് ചെയ്തതിനു ശേഷം നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എന്താണ് 32 പേജ് നമ്പർ 32 പേജിൽ ഫായിദ എന്ന് പറഞ്ഞിട്ട് കാണാനുണ്ട്. അതായത് ഗ്രാമർ റൂളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫായിലാണ് പഠിച്ചത്. ഇനി നമുക്ക് മഫ്ഊൽ ബിഹി എന്നുള്ള പുതിയൊരു ചാപ്റ്ററും അതിന്റെ കായികയാണ് പഠിക്കാനുള്ളത്, ഗ്രാമർ റൂള്. ഓക്കെ, അപ്പൊ ഗ്രാമർ റൂൾ ഒന്ന് വായിച്ചു നോക്കൂ. അൽ മഫ്ഊൽ ബിഹി മൻസൂബുൻ അലൈഹി ഫിഅലുൽ ഫാഇൽ. എന്താണ് അൽ മഫ്ഊൽ ബിഹി? മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇസ്മ മൻസൂബാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മർഫു ആണ് പറഞ്ഞു. മർഫു എന്ന് പറയുമ്പോ ഏതാ വരിക? ലൊമ്മാണ് വരിക അല്ലെ. മൻസൂബ് പറയുമ്പോ ഏതാ വരിക? ഫത്തഹ്. അതെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫത്തഹ്, കിസ്റ്, ലൊമ്മ് എന്ന് പറഞ്ഞപ്പോ ഇനി നമ്മൾ അതായത് ഫായിലിന്റെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മള് ഫത്തഹിന് നസ്ബ് അല്ലെങ്കിൽ മൻസൂബ് എന്നാണ് ഇനി പറയാ. അതുപോലെ കെസറിന് ജർറെന്നും മജ്റൂർ അങ്ങനെയാണ് പറയാ. റഫ് എന്ന് പറയുമ്പോ ലൊമ്മ ഉണ്ടല്ലോ, ലൊമ്മിന് നമ്മള് റഫ് എന്നാണ് പറയാ, മർഫു എന്നും പറയും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് മഫ്ഊൽ ബിഹി എപ്പോഴും എന്തായിരിക്കും? അതിന്റെ ലാസ്റ്റ് അതിന്റെ ഹർക്കത്തിൽ മൻസൂബായിരിക്കും, ഫത്തഹ ആയിരിക്കും. ശരിയാ അല്ലെ? ഫഖഅലി ഫിഅലു, അതെന്താണ്? ഒരു പ്രവൃത്തി ഏൽക്കുന്ന കർമ്മമാണ്. അതായത് ഫായില് എന്താണോ ചെയ്യുന്ന ആ പ്രവൃത്തിയെ പറയുന്നതാണ് എന്ത്? മഫ്ഊൽ ബിഹി. ഓക്കെ, അത് എപ്പോഴും മൻസൂബ നസ്ബായിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ പിന്നില്ലേ നമുക്ക് മുകളിലുള്ള പേജ് നമ്പർ 31-ലേക്ക് തന്നെ പോവാം. ഓരോന്നും നമുക്ക് എടുത്ത് പറയാം. 31 തന്നെ അല്ല അതിന്റെ എക്സാമ്പിൾസ് കിടക്കുന്നത്. അതെ. ഓക്കെ, നമുക്കതിൽ നിന്ന് ഓരോന്ന് നമുക്ക് എക്സാമ്പിൾസ് നോക്കിയിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് മഫ്ഊൽ ബിഹി വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ശദ്ദ തിൽമീസു ഹബ്ല. ശദ്ദ എന്ന് പറഞ്ഞാൽ വലിച്ചു. ശദ്ദ പറഞ്ഞാൽ എന്താണ്? വലിച്ചു എന്ന് പറയുമ്പോ അത് ഏത് ഫെയിലാണോ? ഇസ്മാണോ? ഫെയിലാണോ? ഹർഫാണോ? ഫെയിലാണ്. എന്ത് ഫെയിലാണ്? അങ്ങനെ പറയട്ടോ. നമ്മൾ ഇനി ഇസ്മാണോ ഫെയിലാണോ ഹർഫാണോ ചോദിച്ചാൽ വേഗം പറയണം. ഫെയില് മാളിന്ന് വേഗം പറയണം. ഓക്കെ, ഫെയില് മാളിയാണ്. നെക്സ്റ്റ് തിൽമീസ് എന്നുള്ളത് ഇവിടെ എന്താണ്? ഫായിലും മർഫു. ഫായിലും മർഫു അങ്ങനെ പറയണം കേട്ടോ. ഫായിലും മർഫു ആണ്, അങ്ങനെ പറയണേ. ഫായിലും മർഫു ആണ്. ലാസ്റ്റ് കണ്ടോ എന്താണ്? കുട്ടി സ്റ്റുഡന്റ് വലിച്ചു. എന്താ വലിച്ചത്? അൽ ഹബ്ല. എന്തിനാ വലിച്ചത്? കയറ് വലിച്ചു. അതായത് ഒരു പ്രവൃത്തി അത് എന്തിലേക്കാണോ മടങ്ങുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മഫ്ഊൽ ബിഹി എന്ന് പറയാ. ഓക്കെ, ആ ഹബ്ല ലാ എന്ന് പറയുമ്പോ കണ്ടോ ലാസ്റ്റ് എപ്പോഴും എന്തായിരിക്കും അതിന്? മൻസൂബ്.
ആ മൻസൂബായിരിക്കും, ഫത്തഹ ആയിരിക്കും അല്ലെ. അതായത് ഒരു ഫായില് ല്ലേ, ചെയ്യുന്ന ആള്, അത് എന്താണോ എന്തിലേക്കാണോ ആ ഒരു ഫായില് മടങ്ങുന്നത്, അതിനെയാണ് എന്ത് പറയാ, മഫ്ഊലു ബിഹി. അതായത് ഒബ്ജക്റ്റ് എന്ന് പറയല്ലോ നമ്മള്, ഇംഗ്ലീഷിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പഠിക്കാനുണ്ട്. ആ ഒബ്ജക്റ്റ് ആണ് മഫ്ഊലു ബിഹി. കർമ്മം അങ്ങനെ അർത്ഥം. ഉം. അല്ല, വെർബ്. ഒബ്ജക്റ്റ്. ഇവിടെ ഫിഇൽ എന്ന് പറയുന്നത് വെർബാണ്, ഫാഇൽ എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് ആണ്. ഏ ആ മഫ്ഊലു ബിഹി പറയുമ്പോൾ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? തോവത്തി തന്നെയല്ലേ? തവത്തിൽ ബിന്തു തൗബ. തൗബ. ഓക്കെ, തോവത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മടക്കി എന്നാണ് കേട്ടോ. ഫോൾഡ് ചെയ്യാറില്ലേ? ഫോൾഡഡ്. എന്ത് മടക്കി? ആര് മടക്കി? അവൾ ബിന്തു, പെൺകുട്ടി അല്ലെ, ഗേൾ. എന്താ മടക്കിയത്? അവൾ എന്ന് പറഞ്ഞു. വസ്ത്രം. അവൾ എന്നല്ല പറയണത്, ബിന്ത് എന്ന് പറയുമ്പോ പെൺകുട്ടി തന്നെ പറയണം കേട്ടോ, പെൺകുട്ടിയാണ്. അപ്പൊ സൗബ എന്ന് പറയുമ്പോ എന്തിലേക്കാണ് മടങ്ങിയത്? എന്തിലേക്കാണ് മടങ്ങിയത്? വസ്ത്രം മടക്കി എന്നല്ലേ, ഫോൾഡ് ചെയ്ത് വെച്ചു. ഫോൾഡ് ചെയ്തു. അതായത് പെൺകുട്ടി വസ്ത്രം മടക്കി എന്നാണ് മീനിങ്. ഓക്കെ, ഇനി നിങ്ങൾ ഓരോന്നോരോന്നെടുത്ത് അനാലിസ് ചെയ്തോളൂ. അക്കലദ്യാബു അൽ ഹുറൂഫ. തോവത്തി എന്ന് പറഞ്ഞാല് തോവത്തി. എലുമാലി തോവത്തി എന്ന് പറഞ്ഞാൽ ഫെയില് മാളി ആളി. ഓക്കെ, നെക്സ്റ്റ്. ബിന്തു അൽ ഫായിലും മർഫൂഉ. ഓക്കെ, നെക്സ്റ്റ്. അത്തൗബ ഓലുബിഹി മഫ്ഊലു ബിഹി മൻസൂബ്. മൻസൂബ്. അങ്ങനെ പറയണം, മഫ്ഊലു ബിഹി മൻസൂബ് ആണ് അല്ലെ. ഫത്തഹ ആണല്ലോ ലാസ്റ്റ്. സൗബ എന്ന് പറയുമ്പോ ഫത്തഹ ആണ്. ഫത്തഹിന് നമ്മള് നെസ്ബ് എന്നാണ് പറയുക ഇനി മുതൽ. ഗ്രാമറിൽ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നെസ്ബ് എന്ന് പറയുമ്പോൾ മൻസൂബ് എന്ന് നമ്മൾ അതിനെ പറയും കേട്ടോ. നെസ്ബാണ്, പക്ഷെ നെസ്ബ് എന്ന് നമ്മൾ പറയില്ല, മൻസൂബ് എന്നാണ് പറയാ. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത എന്തായിരുന്നു? അപ്പൊ നെസ്ബ് മൻസൂബ് എന്ന് പറഞ്ഞു. സജിദ മിസ് ചോദിച്ച പോലെ അവൾ എന്നാവുമ്പോ ആ തോവത്തി എന്നുള്ളത് തോവത്തെത്തുന്ന എന്താ മാറ്റം വരിക? അവൾ എന്നാവുമ്പോഴോ? അവൾ മടക്കി എന്നാണെന്നുണ്ടെങ്കിലേ അവിടെ എന്താ മാറ്റം വരിക? അവൾ മടക്കി എന്ന് പറയുമ്പോഴോ? അവൾ ഡ്രസ്സ് മടക്കി എന്നുള്ളത് ബിൻത്ത് വരാതെ അവൾ അവൾ ഡ്രസ്സ് എന്ന് മടക്കി വരും അല്ലേ? എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ വരിക? തോവത്തി എന്നുള്ളതിൽ എന്താ മാറ്റം വരിക? തോവത്തെത്തുന്നോ? തവത്തത്തുന്നാവും. തവത്തത്ത്. തൂന്ന് വരില്ല. തൂന്ന് പറയുമ്പോ ഞാൻ മടക്കിയെന്നല്ലേ വരിക? തോവത്തെട്ട്. അല്ല, പെണ്ണ് എന്ന് പറയുന്ന അത് ബിന്ത് തന്നെയല്ലേ? അത് വയസ്സുള്ളവരും വയസ്സില്ലാത്തവരും എല്ലാം ബിന്ത് തന്നെയല്ലേ? പെൺകുട്ടി എന്നുള്ള അർത്ഥം തന്നെയല്ലേ വരിക? മറ്റേതല്ലേ വാക്ക്? പെൺകുട്ടീനാവുമ്പോ ഗ്രാമർ ബിൻത്ത്, മാറാ. സ്ത്രീനാവുമ്പോ നിസാവ് എന്നാ വരിക. ബിന്ത് എന്ന് പറയുമ്പോ ചെറിയ കുട്ടിക്ക്, ചെറിയ നിസാ എന്ന് കുട്ടിക്കാണ്. പറയുമ്പോ നിസാ എന്ന് പറയുമ്പോ വലിയ സ്ത്രീകൾ. വലിയ സ്ത്രീകളാണ്. നിസാവ്. ഓക്കെ. വലിയ സ്ത്രീകളാ? എന്താ? മറഅത്തും സ്ത്രീ എന്നാണ്. വലിയ സ്ത്രീകൾക്ക് മറഅത്ത് എന്ന് പറയും. അത് ഒരൊറ്റ സ്ത്രീക്ക്. ഒരുപാട് സ്ത്രീകൾക്കാണ് അതിന്റെ അതിന്റെ ജമ്മിനെയാണ് നമ്മൾ എന്ത് പറയാം? നിസ എന്ന് പറയാം കേട്ടോ. മർഅ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരുപാട് സ്ത്രീകൾ പറയുമ്പോ നിസാ എന്നാണ് വരിക. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത എന്തായിരുന്നു? പറയാം. അക്കല എന്ന് പറഞ്ഞാ എന്താ? അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചു. നമുക്ക് അതിന്റെ മീനിങ് പറയാം.
അക്കല എന്ന് പറഞ്ഞാൽ കഴിച്ചു. ആര് കഴിച്ചു. കഴിച്ചു? For ഇതെന്താ? ഇത് ചെന്നായ അല്ലേ? ആ. എന്താ കഴിച്ചത്? അൽ ഖറൂഫ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഖറൂഫയുടെ മീനിങ് എന്താ? ലാമ്പ് അല്ലേ? ആട്ടിൻകുട്ടി. ലാമ്പിനെയാണ് ആട്ടിൻകുട്ടിയെ തിന്നു എന്ന് പറയുമ്പോൾ പറയും, ഓരോന്ന് പറയും. അക്കല ഫിയല് മാദി അക്കല ഫിഅല് മാദി അല്ലെ? പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഫായിൽ ഫായില് മറക്കോ ഓക്കെ. അസ്ഇബു എന്നുള്ളത് എന്താണ്? ചെയ്യുന്ന ആളാണ് അല്ലെ? ഫായിലും മർഫൂഉം. നെക്സ്റ്റ് അൽ ഖറൂഫ مفعول به മഫ്ഊലുൻ ബിഹി മൻസൂബ് മൻസൂബുൻ. അതന്നെ, മഫ്ഊലു ബിഹി മൻസൂബ്. നെക്സ്റ്റ് റബിഹ സാബിഖു ജായിസത. റബിഹ പറഞ്ഞാൽ നേടി. സാബിഖു സാബിഖു പറഞ്ഞാല് വിജയ് അല്ലേ? വിജയം നേടി. എന്ത്? ജായിസത്ത, സമ്മാനം. നേടുന്നു എന്നുള്ള അർത്ഥമില്ലല്ലേ? The winner won a prize. എങ്ങനെ വരിക? റബിഹ എന്ന് പറയുമ്പോ റബിഹ നേടി എന്നാണ്. ഫിഅല് മാളി. അല്ല, ഇതിലുള്ളത് ഫിയല് മൗലാരി അല്ലേ? എങ്ങനെ തന്നിട്ടുള്ളത്? ഞാൻ അതെ, ഓക്കെ ഓക്കെ. യർബഹു എന്നാണ്. ഓക്കെ, യർബഹു സാബിഖു ജായിസത എന്ന് പറയുമ്പോൾ യർബഹു ഫിഅല് മുളാരിയാണ്. നേടുന്നു. ഫായിലും ഫായില് جائزة ജായിസ പറയുമ്പോൾ مفعول به ഓക്കെ. ജായിസത്തൻ എന്ന് പറയുമ്പോൾ മഫ്ഊലു ബിഹി. മിസ്സേ സാബിഖ് എന്നപ്പോ ഫായില് മർഫൂഅല്ലേ? സാബിഖു പറയുമ്പോൾ ഫായില് മർഫൂഅ്. സാബിഖു എന്നാണല്ലോ. സാബിഖു ഫായില് മർഫൂഅ്. ജായിസത്തൻ എന്നാണല്ലോ. അപ്പൊ മഫ്ഊലു ബിഹി മൻസൂബ്. അപ്പൊ തെൻവീൻ വന്നു കഴിഞ്ഞാലും മൻസൂബ് തന്നെ വരും അല്ലേ? തെൻവീൻ കസർ തൻവീനാണെങ്കിൽ പോലും അവിടെ ഫത്തഹാണല്ലോ. തൻവീനുൽ ഫത്തഹാണ്. തെൻവീൻ ഫത്തവും തെൻവീൻ കസറിനൊക്കെ അതന്നെ പറ്റും. കെസറിനൊക്കെ അങ്ങനെ തന്നെ വരിക അല്ലേ? ഫത്തഹിനും കെസറിനെല്ലാം അങ്ങനെ തന്നെ. അല്ല, എന്താണ്? നമ്മളിങ്ങനെ മേലേൽ ഇങ്ങനെ വന്നാലും ഒന്ന് വന്നാലും ഇങ്ങനെ രണ്ടെണ്ണം വന്നാലും ഇതന്നല്ലേ മൻസൂബ്? അതെ അതെ അതെ. അല്ല, മേലെ വന്നാല് തൻവീൻ മൻസൂബാണ്. തൻവീനിൽ ഫത്തഹ ആവണം. ഫത്തഹ് തൻവീനാണ്. മജറൂറാവും. തൻവീന് ഫത്തഹ മജറൂറാവും. ട്ടോ. ഓക്കെ, നെക്സ്റ്റ്. യഫീദു തഅലബു ദജാജത്തൻ. യഫീദു എന്ന് പറഞ്ഞാൽ വേട്ടയാടി, വേട്ടയാടുന്നു. ആര്? കുറുക്കൻ. എന്തിനെയാണ്? ദജാജത്തൻ, കോഴിയെ. ഓക്കെ, ഓരോന്നെടുത്തോളൂ. യസ്ഫീദു ഫിഅല് മുളാരി. അസ്അലബു എന്ന് പറയുമ്പോൾ ഫായില് മർഫൂഅ്. ദജാജത്ത് എന്ന് പറയുമ്പോൾ
മഫ്ഊൽ ബിഹി മൻസൂബ്. നെക്സ്റ്റ് യബിയുൽ കസ്സാബു അല്ല യബീബു يبيع القصاب اللحم. കസ്സാബു അല്ല യബീബ് എന്ന് പറഞ്ഞാല് എന്താ? വാങ്ങുന്നു, يبيع അല്ല സോറി, വിൽക്കുന്നു. വിൽക്കുന്നു. യബീഉ. باع വിൽക്കുന്നു. يبيع വിൽക്കുന്നു. വിൽക്കുന്നു. എന്താ വിൽക്കണേ? അൽ ലഹ്മ കസാബ് എന്ന് പറഞ്ഞാല് കസാബ് ബച്ചറാണ് കേട്ടോ. കാശാപ്പുകാരൻ, ഇറച്ചി വ്യാപാരി എന്ന് അറിയില്ലേ? മാംസം. ലഹ്മ മാംസം. നെക്സ്റ്റ് എന്തിനാണ് വിളിക്കുന്നത്? വിൽക്കുന്നത് അല്ലഹമ്മ, ഇറച്ചി മീറ്റ്. അല്ലെ? മീറ്റ് വിൽക്കാണ്. അതൊന്നായി മീനിങ് ഒന്ന് പറയോ മിസ് നല്ലോണം? ഏതിന്റെ? ഇപ്പൊ ഇങ്ങനെ നമ്മള് പറഞ്ഞതല്ലേ? പഠിക്കുന്നു. ആ എങ്ങനെ? ലഹ്മ പറയാലോ. ഇറച്ചി കാശാപ്പുകാരല്ലേ? അതായത് ഇവിടെ ബച്ചറിനെ ഇറച്ചി വിൽപ്പനക്കാരൻ ഇറച്ചി വിൽക്കുന്നു. ഓക്കെ, ഇനി ഒരെണ്ണെടുത്ത് പറഞ്ഞോളൂ. യബീഉ എന്ന് പറയുന്നത് യബീഉ ഫീല് മുലാരിയ. പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് കസാബു ഫായില് മർഫൂ. അതെ, അതെപ്പോഴും ഒന്ന് ഫായിൽ മർഫൂ. ഓക്കെ, നെക്സ്റ്റ് മഫ്ഊൽ ബിഹി അതന്നെ, മഫ്ഊൽ ബിഹി മൻസൂബ്. ഈ നസ്ബ് എന്ന് പറയാൻ പറ്റില്ല. എന്താ? മഫ്ഊലു ബിഹി നസ്ബ് എന്ന് പറയാൻ പറ്റുമോ? നെസ്ബ് എന്ന് പറയണേക്കാൾ നല്ലത് മൻസൂബ് എന്ന് പറയുന്നതാണ് കേട്ടോ. നെസ്ബ് എന്ന് പറയണ്ട. നെസ്ബ് നമ്മളൊരു അവിടെ എന്താണ് വരിക? ഫത്തഹാണോ കിസ്റാണോ ലമ്മാണോ വരിക? അപ്പൊ നമ്മൾക്ക് നെസ്ബാണ് വരിക എന്ന് പറയാം. അതിനേക്കാൾ നല്ലത് നമ്മള് ഇറാബ് പറയുമ്പോഴെപ്പോഴും മൻസൂബ് എന്നാണ് പറയുക. ഓക്കെ മിസ്സേ. ഓക്കെ, ഇനി ആക്ടിവിറ്റി നോക്കാം അല്ലെ? ഫസ്റ്റ് തമ്രീൻ എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് തമ്രീന് പേജ് നമ്പർ 32 കേട്ടോ. പേജ് നമ്പർ 32 തമ്രീനാത്ത് എന്ന് പറഞ്ഞിട്ട് കാണാനുണ്ട്. അവിടെ മുതലാണ് നമ്മൾ ആക്ടിവിറ്റി തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് എത്ര ആക്ടിവിറ്റി ഉണ്ട്? 8 ആക്ടിവിറ്റി നമുക്ക് ഉണ്ട് അതിൽ കേട്ടോ. മൊത്തം 8 ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നമ്മളിനി ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഭാഗം ഫുൾ ക്ലിയർ ആവും. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി. ഇറാബൊക്കെ പറയാൻ പഠിച്ചു. ഓക്കെ, ഫസ്റ്റ് തമ്രീൻ എന്താ? ഇസ്തഖ്റിജ് അൽ മഫ്ഊല ബിഹി മിനൽ ജുമൽ ആതിയ. താഴെ നിന്നിട്ടുള്ള കുറച്ച് സെന്റൻസ് ഉണ്ട് അല്ലെ? എത്ര പോയിന്റ്സ് ആണ്? 8 പോയിന്റ്സ് ഉണ്ട്. അതിൽ നിന്നും ഓരോ സെന്റൻസിൽ നിന്നും എന്ത് കണ്ടെത്താനാ? ഇസ്തഖ്റിജ് എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരാനാ പറയുന്നത്. പുറത്തു കൊണ്ടുവരിക. എന്ത്? മഫ്ഊൽ ബിഹി. ഫസ്റ്റ് പറഞ്ഞോളൂ എന്താണ്? ഉലാമുൽ വറക ഫസ്റ്റ് നമുക്ക് പറയാം. ഇതിലേതാ? നിങ്ങൾക്ക് അർത്ഥമൊന്നും അറിയില്ല. ഇതിലേതാവും മഫ്ഊൽ ബിഹി? അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മീനിങ് കൂടെ നോക്കാം. മസ്സക്ക എന്ന് പറഞ്ഞാൽ എന്താ? മസ്സക്ക കീറി. എന്ത് കീറി? അൽ ഉലാമു. ആരെ കീറിയത്? കുട്ടി അല്ലെ? ആൺകുട്ടിക്കാണ് ഉലാമു എന്ന് പറയാം. ഉലാമു. അൽ വറക്ക എന്തിനെ? വറക്ക എന്ന് പറഞ്ഞാൽ പേപ്പർ.
വറക്ക പറഞ്ഞാല് പേപ്പർ ആണ്. പേപ്പറാണ്. ആൺകുട്ടി പേപ്പർ കീറി. യെസ്, ദ ബോയ് ടോർ ദ പേപ്പർ. ഇതിലേതാണ് മഫ്ഊൽ ബിഹി ഏതാണ്? വറക്ക. ആ, മഫൂല് ബിഹി അൽ വറക്ക. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഹലബത്തിൽ ഫതാത്തു ബക്കറ. ഫതാത്തുൻ ബക്കറത. എന്ന് പറഞ്ഞാല് ബക്കറ അല്ലേ? ഹലബത്തി പറഞ്ഞാല് ഹലബത്തി പറഞ്ഞാൽ കറക്കുക കേട്ടോ. കറന്നു. നമ്മള് പശുവിനെ മിൽക്ക്ഡ് അല്ലേ? നോയ്സ് ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. അതെന്താ സംഭവം? എക്കോ ആണോ? ഹലബത്തി എന്ന് പറഞ്ഞാൽ കറന്നു. എന്ത് കറന്നു? അൽ ഫത്താത്തു. ആരെ കറന്നത്? ഫത്താത്തു പറഞ്ഞാൽ യുവതി. എന്ത്? അൽ ബക്കറത്ത്. പശുവിനെ കറന്നു. ഓക്കെ. ഏതാണ്? നെക്സ്റ്റ് എന്താ? എന്താണ്? ഉണർത്തി. അയക്കൊള്ള എന്ന് പറഞ്ഞാൽ എന്താ? ഉണർത്തി. ഉണർത്തി. എന്ത്? ആരാ ഉണർത്തിയത്? റഅദു ആണ് അല്ലെ? റഅദു പറഞ്ഞ എന്താ? ഇടിമിന്നൽ, തണ്ടർ. ഇടിമിന്നൽ. അന്നാഇമ എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ ഉറങ്ങുന്നയാളെ ഉണർത്തി. തണ്ടർ woke up the sleeper. ഇതിൽ ഒബ്ജക്റ്റ് ഏതാണ്? ഓക്കെ. നെക്സ്റ്റ് അക്കലൽ ഹിമാറു ഫൂല. അക്കല കഴിച്ചു. കഴിച്ചു. എയ്റ്റ് അല്ലേ? ആര് കഴിച്ചു? അൽ ഹിമാർ, ഡോങ്കി. എന്താ കഴിച്ചത്? അൽ ഫൂല. ഫൂല പറഞ്ഞാൽ ബീൻസ് കേട്ടോ. ബീൻസ് കഴിച്ചു. ഓക്കെ. ഇതിലേതാ വരിക? ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫൂല ബീൻസ്. എന്തിനെയാണോ കഴിച്ചത് അതിനെയാണ് ബീൻസ്. സ്വന എന്ന് പറഞ്ഞാൽ മെയ്ഡ് ചെയ്യാം, ഉണ്ടാക്കി. ആര്? അന്നജാറു, ആശാരി. കുർസിയ, കസേര. എന്ത്? കുർസി, കസേര, ചെയർ. The carpenter made chair. A chair. എത്ര പ്രാവശ്യം പറയും സർ? എന്ത്? ആശാരി ഒരു കസേര ഉണ്ടാക്കി. നെജാറു ഉണ്ടാക്കിയ? നെജാറു കാർപ്പന്റർ, ആശാരി. സന ഉണ്ടാക്കുക അല്ലേ? മെയ്ഡ്. ഓക്കെ. ഇനി ഇതിലേതാവും ഒബ്ജക്റ്റ് മഫ്ഊൽ ബിഹി ഏതാണ്? കുർസിയ അല്ലെ? കുർസിയ എന്നാണ്. അടുത്തത് റമസ്വയ്യാദു ശബകത. റമ പറഞ്ഞാൽ എറിയുക. റമ എറിയുക. ട്രൂ. എന്ത്? അസ്വയ്യാദു. സ്വയ്യാദു ഫിഷർമാൻ, മീൻപിടുത്തക്കാരൻ. അശബകത വല, നെറ്റ്. മീൻപിടുത്തക്കാരൻ വലയെറിഞ്ഞു. ശബക്കത്ത. ശബകത്ത എന്നുള്ളത് എന്താണ്?
മഫ്ഊലു ബിഹി ബിഹി മഫ്ഊലും ബിഹി അതായത് മൻസൂബ്. ഒബ്ജക്റ്റ്. മഫ്ഊലു ബിഹി മൻസൂബ്. അടുത്തത് അപ്പൊ മൻസൂബ് അർത്ഥം ഒബ്ജക്റ്റ് അല്ലേ? അല്ല, മഫ്ഊലും ബിഹി മൻസൂബ് എന്ന് അർത്ഥാണ് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. ഫത്തഹ് എന്നാണ് കേട്ടോ. ആ പക്ഷെ ഒബ്ജക്റ്റിനല്ലേ നമ്മൾ പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് മൻസൂബ്. മഫ്ഊലും ബിഹി. മഫ്ഊലു ബിഹി. മൻസൂബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ്, നസ്ബ് എന്ന് പറയല നമ്മള്. അതിന് നമ്മള് മൻസൂബ് എന്ന് പറയാണല്ലോ. അതിനെ തിരിച്ചറിയാനുള്ള ഇഹ്റാബാണ് മൻസൂബ്. അതെ. സജിത്താക്ക് നെക്സ്റ്റ് ഒന്നായിട്ട് കൺഫ്യൂഷൻ. അതിന്റെ ഫുള്ള് കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. ഇല്ല ഇത് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതൊക്കെ പറയണ്ടല്ലോ ആള് അല്ലേ? ഇത് കൺഫ്യൂഷൻ ഉണ്ടാ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിട്ടേ പോവും. സജിത്ത ഓക്കെ, എന്നാ മതി. നെക്സ്റ്റ് തൊബഹത്തിൽ മർഅത്തു അത്ത്വാമ. തൊബഹത്തി കുക്ക് ചെയ്യാം, കുക്ക്ഡ്. ആരെ കുക്ക് ചെയ്തത്? അൽ മർഅ വുമൻ. അത്ത്വാമ എന്ത്? ഫുഡ്. സ്ത്രീ ഭക്ഷണം പാകം ചെയ്തു. എന്ന് വരിക ത്വാമ അല്ലെ? ത്വാമയാണ് ഇവിടെ ഉണ്ട്. അതെ, ത്വാമാണ് ഇവിടെ മഫ്ഊലു ബിഹി ഒബ്ജക്റ്റ് പറയുന്നത്. നെക്സ്റ്റ് അബ്സറ റജുലു അൽ ഹിലാല. അബ്സറ എന്ന് പറഞ്ഞാൽ കണ്ടു. അതായത് നമ്മളെന്താ പറയാ, കണ്ടു മിസ്സേ. ചന്ദ്രൻ നവറ മാസം കണ്ടു. കണ്ടു. നമ്മള് മാസം ദൃഷ്ടി കാണാന്നൊക്കെ പറയൂല്ലോ, അതിനെയാണ് അബ്സറ എന്ന് പറയട്ടോ. ഓക്കെ. ഹിലാൽ എന്ന് പറയുമ്പോ മാസം അല്ലേ? അല്ലെ, പുരുഷൻ കണ്ടു. എന്ത്? അൽ ഹിലാല. ക്രസന്റ്, മാസപ്പിറവി. ക്രസന്റ്. അൽ ഹിലാല മഫ്ഊലു ബിഹി. അൽ ഹിലാല മഫ്ഊലു ബിഹി മൻസൂബ്. മഫൂലല്ലേ? മഫ്ഊലും ബിഹി മൻസൂബ് എന്നാ പറയാ. മൻസൂബുമാണ്. രണ്ടും പറയുന്നേ. മഫ്ഊലും ബിഹി എപ്പോഴും മൻസൂബ് ആയിരിക്കും. അതിന്റെ ലാസ്റ്റത്തെ അക്ഷരത്തിന്മേൽ ഫത്തഹ ആയിരിക്കും. അതാണ് മൻസൂബ് എന്ന് പറയുന്നത്. അതിനാണ് പിന്നെ മഫൂൽ എന്ന് പറയുന്നതോ? മഫ്ഊലും ബിഹി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ അക്ഷരത്തിന്റെ മേൽ, ലാസ്റ്റത്തെ അക്ഷരത്തിന്റെ മേലാണ് ഫത്തഹ വരുന്നത്. അതാണ് മൻസൂബ്. മനസ്സിലായോ? മനസ്സിലായിക്കണോ? മഫ്ഊലു ബിഹിയും മൻസൂബും വേറെയാണ്. അതായത് രണ്ടും സാജിദ മിസ് അത് മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടും ഒന്നാണെന്നുള്ളതാണ്. അത് രണ്ടാണ്. മഫ്ഊലു ബിഹി പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന് ലാസ്റ്റ് എഴുതുമ്പോ എപ്പോഴും അതിന് ഹർക്കത്ത് എന്തായിരിക്കും? ഫത്തഹ ആയിരിക്കും. ലാസ്റ്റ് എപ്പോഴും അതിനെന്തായിരിക്കും? ഫത്തഹ ആയിരിക്കും. മഫ്ഊലു ബിഹിക്ക് ലാസ്റ്റ് എപ്പോഴും ഹർക്കത്ത് ഫത്തഹ ആയിരിക്കും. ആ ഫത്തഹയെ നമ്മൾ എന്ത് പറയുന്നത്? മൻസൂബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായിക്കണോ? ഞാൻ ലീവ് ചെയ്യുന്നു. മോന് ഫുഡ് ആരാ? ഓക്കെ, ശരി. മിസ്സേ മഫ്ഊലു ബിഹി എപ്പോ മൻസൂബ് ആയിരിക്കുന്നില്ലേ? യെസ്, അതെ. മഫ്ഊലു ബിഹി എപ്പോഴും അതിന്റെ ലാസ്റ്റ് എന്താണ് വരിക? ഫത്തഹാണ് വരിക. അപ്പൊ കെസറൊക്കെ വരുന്ന എന്താ പറയാ? ലാസ്റ്റ് മജ്റൂർ എന്നാണ് പറയാ. പക്ഷെ അത് അത് എടുത്ത് കഴിഞ്ഞതാ? ഇല്ലല്ല, അതൊക്കെ നമുക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക്
ലൊമ്മ് പറഞ്ഞ നമ്മള് പറഞ്ഞേ മർഫു പറഞ്ഞില്ല. മർഫു പറഞ്ഞു ഫായില് ആ അല്ലേ? അതായത് അത് നമ്മൾ പ്രവൃത്തി പറഞ്ഞേ ചെയ്യുന്ന ഫായില് മർഫു ആളുണ്ടല്ലോ. പറഞ്ഞില്ല. ആ ഫായിലിന് അത് നമ്മൾ എപ്പോഴും മർഫു ആയിരിക്കും അല്ലേ? അതെ അതെ. ലാസ്റ്റ് അക്ഷരം മർഫു ആയിരിക്കും. ഫായിലിന് എപ്പോ അക്ഷരത്തിന്റെ സബ്ജക്റ്റ്. ഇത് ആ മർഫു ആയിരിക്കും. ഇപ്പൊ നമ്മള് ഫായിൽ എപ്പോ സബ്ജക്റ്റ് അല്ലേ? ഫായില് ഫായില് പറയുന്നത് സബ്ജക്ട്. സബ്ജക്റ്റ്. സബ്ജക്റ്റ്. അപ്പൊ മർഫു എന്ന് പറഞ്ഞാലോ മിസ്സേ? അങ്ങോട്ടൊന്ന് പറഞ്ഞോ. ആ മർഫു മർഫു ലൊമ്മ്. എന്ന് പറഞ്ഞാല് റഫ്, അതായത് ലൊമ്മ് ഉണ്ടല്ലോ, ലൊമ്മ്. ആ ആ ആ ലൊമ്മിന് അതിന്റെ റഫ് മറ്റൊരു എന്നാണ് പറയുക. പേരാണ്. ഓക്കെ. അത് നമ്മൾ ഇറാബ് പറയുമ്പോ മർഫു എന്നാണ് പറയുക. ഇപ്പൊ അക്കലത്ത് ബിന്തു എന്ന് പറയുമ്പോൾ ആ ബിന്തു, അതായത് പെൺകുട്ടി കഴിച്ചു എന്നാണല്ലോ. അക്കലത്ത് പറഞ്ഞ അവൾ കഴിച്ചു. ആര് കഴിച്ചു? അൽ ബിന്തു. ബിന്തു എന്നാണല്ലോ, ലാസ്റ്റ് ലൊമ്മല്ലേ വന്നത്. അതാണ് നമ്മൾ ആ ഒരു ലൊമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർഫു എന്ന് പറയുന്നത്. സാജിദ മിസ്, ഇപ്പൊ മഫ്ഊലു ബിഹിയുടെ കാര്യം മനസ്സിലായില്ല. ഇതുപോലെ തന്നെയാണ് മഫ്ഊലു ബിഹിക്കും. മഫ്ഊലു ബിഹിക്ക് എപ്പോഴും എന്തായിരിക്കും? ലാസ്റ്റ് അതിന് ഫത്തഹാണ്. ഫത്തഹിനെ നമ്മൾ എന്ത് പറയുന്നത്? മൻസൂബ് എന്നാണ് പറയുന്നത്. നസ്ബ് എന്നാണ്, പക്ഷെ അതിന് മൻസൂബ് എന്നാണ് പറയാ. മഫ്ഊലു ബിഹിയും മൻസൂബും രണ്ടും രണ്ടാണ്. സംഭവം രണ്ടും ഒപ്പം വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇത് രണ്ടും രണ്ടാണ്. മഫ്ഊലു ബിഹിയുടെ കൂടെ എപ്പോഴും ലാസ്റ്റ് എന്ത് വരും? ഒരു ഫത്തഹ് ലാസ്റ്റ് വരും. അതിന് നമ്മൾ എന്ത് പറയാ? ഇത് നോട്ട് തരൂലേ? നോട്ട് തരും. ഓക്കെ. ചിലർക്ക് അങ്ങനെയാവും മനസ്സിലാവില്ല. കാരണം ഇങ്ങനെ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഒരു വേയിലൂടെ പഠിക്കാനുണ്ടാവും. അതായിരിക്കാം. ശ്രദ്ധിച്ച് വരും, ഇനി ഡൗട്ട് ആയിട്ട് വരും. എനിക്ക് അങ്ങനെയാ മിസ്സേ. നോട്ട് കണ്ടോ മനസ്സിലാവുക. അതന്നെയാ, അങ്ങനെ ചിലരുണ്ടാവുകയും. കാരണം നമ്മൾ എത്ര പറഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മളുടെ എത്തില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു വേ ഉണ്ടാവും. അപ്പൊ ആ വേ കൂടെയുള്ളൂ മനസ്സിലാക്കാൻ പറ്റുക. കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലൊന്നും ഡൗട്ട് ഉണ്ടാവുമ്പോഴാണ് ചോദിക്കുക. സംഭവം എന്താ സംഭവം എന്ന് വെച്ചാല്, ഇതിങ്ങനെ പഠിക്കുമ്പോ ചിലത് പിടുത്തം കിട്ടൂല. അപ്പൊ എന്താ അറിയോ ചിന്തിക്കുക? മിസ് ക്ലാസ് എടുക്കുന്നുണ്ടാവും, ഞാൻ ചിന്തിക്കുക എന്താ അറിയോ, അല്ലാ ഇത് എക്സാമിന് എങ്ങനല്ലേ റബ്ബേ എഴുതാന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പൊ നോട്ട് കണ്ട ക്ലിയർ ആവുമല്ലോ. അത് നോട്ട് കണ്ട ക്ലിയർ ആവുന്നുണ്ട്. കൊറേ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. കൊറേ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. അത് കിട്ടും. എന്നാലും നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡൗട്ട്സ് ഉള്ളത് എന്തായാലും നമ്മളെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പൊ അറിയാത്ത എല്ലാവർക്കും ഒരുമിച്ച് മനസ്സിലാവുമല്ലോ. ഗ്രൂപ്പിൽ ചോദിച്ചാല് അതന്നെ, അത് ശരിയാട്ടോ. ഗ്രൂപ്പിൽ ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവും. മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല, ചിലർക്ക് ഗ്രൂപ്പിൽ ചോദിക്കാൻ ഒരു മടി, ഇതുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ. ഈ ഗ്രൂപ്പിൽ ചോദിക്കാനുള്ള ഒരു മടി കൊണ്ട് ചോദിക്കാതിരിക്കുന്നവരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? 5 ആളുള്ള ഗ്രൂപ്പില് തന്നെ. അങ്ങനെയുള്ളവർക്കാണ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാട്ടോ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും എന്തുണ്ടാവരുത്? ഡൗട്ട് ഉണ്ടായിട്ടിരിക്കരുത്. കാരണം ഗ്രാമർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും പിന്നെ പഠിക്കുമ്പോൾ. നമ്മളൊരു വേർഡ് ഇപ്പൊ ഇങ്ങനെ കുറെ വായിച്ചില്ലേ? ഇപ്പൊ 8 സാധനം നമ്മൾ വായിച്ചില്ലേ? അല്ല 8 ഇതായ സംഭവങ്ങള്. അതിൽ നമ്മളിപ്പോ മനസ്സിലാക്ക ഫായിലും ഫ്യൂലും അല്ലേ? അത് രണ്ടല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഫായിലും ഫീലും മഫ്ഊലു ബിഹി. 3 സാധനം. അതിപ്പോ നമ്മൾ ഖുർആൻ ഓതുമ്പോഴും അങ്ങനെ തന്നെ അല്ലേ ശരിക്കും? അതെ, ഏകദേശം അങ്ങനെ തന്നെയാണ്. അതില് കുറെ അമ്ര് കയറും. അമ്രുണ്ട്. ഖുർആൻ ഓതുന്നത് ഇതിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂല. അത് നമുക്ക് ഒരിക്കലും അർത്ഥം മനസ്സിലായി വരൂല. അതേപോലെ എന്നാലും മനസ്സിൽ, അതായത് അർത്ഥം ഏകദേശം എന്താന്നൊരു ഐഡിയ കിട്ടും. അറബി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ ആശയം ഉണ്ട് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അത്രയാണ്. പക്ഷെ ആ വാക്കിന്റെ അതേ അർത്ഥമല്ലല്ലോ ഖുർആനില് അർത്ഥം വരില്ലേ? ഇല്ല, അതൊക്കെ തന്നെയാണ്. അതാണ് പ്രശ്നം. അല്ലല്ല, അതൊക്കെ തന്നെ നമ്മൾ ആ അറബിനെ ഇവിടെ പഠിക്കണത്. അത് ഡീപ്പായിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടും. അതല്ല, അത് വേറെ ഇത് വേറെ ഒന്നും ഇല്ല. അത് സെയിം തന്നെയാണ്. നമ്മൾ സെയിം അറബി തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഇങ്ങനത്തെ തരുന്നതെന്ന് വെച്ചാൽ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി കുറച്ചും കൂടെ അടുത്ത ഈ ഒരു ബുക്കിന്റെ തന്നെ 3-4 വോളിയൂംസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ശരിക്കും ഈ ഖുറാന്റെ ഒക്കെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് വോളിയാണ് ഈ ഒരു ബുക്ക്. ഇതിന്റെ മൊത്തം 4 ബുക്കായിട്ട് ഉണ്ട്. അത് നമ്മള് ഡിഗ്രിയില് തേർഡ് ഫോർത്ത് വരെയൊക്കെ നമ്മൾ ഈ ഒരു ബുക്ക് ഫുള്ളായിട്ടും പഠിക്കുന്നുണ്ട്. ദെൻ PGക്കാണ് ബാക്കിയുള്ള 2 വോളിയം പഠിക്കാനുള്ളത്. അതിലൊക്കെ ഖുറാനിന്റെ വേർഡ്സ് ഒക്കെയാണ്, സൂറത്തൊക്കെ ആയത്തൊക്കെയാണ് നമുക്ക് അതില് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു ഗ്രാമറിൽ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടല്ല വേണ്ടത്, ഒരു വേഗം മനസ്സിലാക്കണ്ടേ, ഒരു 3-4 വേർഡ്സ്. അപ്പൊ ഇൻഷാല്ലാ. പിന്നെ ഇതില് പിന്നെ വേറെ ഡൗട്ടൊക്കെ എന്താ, നമുക്കൊരു സെന്റൻസ് കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, അതിൽ ഇസ്മ ഏതാ, അതായത് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയല്ലോ, നൗൺ ഉണ്ടല്ലോ, നൗൺ ഏതാ മനസ്സിലാക്കുക, ഫെയിൽ ഏതാ, പ്രവൃത്തി എന്താ അത് മനസ്സിലാക്കുക. പിന്നെ ഈ പ്രവൃത്തിയിൽ തന്നെ 3 ഉണ്ട് അല്ലെ, പ്രസന്റ് ഉണ്ട്, പാസ്റ്റ്, പ്രസന്റ്, അതുപോലെ എന്താണ് ഫ്യൂച്ചർ. പാസ്റ്റും പ്രസന്റും നമുക്ക് സാബിറ മിസ്സേ, നമുക്ക് ഈ ഒരു ഇതില് ഇംഗ്ലീഷിൽ നമുക്ക് സെപ്പറേറ്റ് ആണ് നമുക്കുള്ളത്, പ്രസന്റും ഫ്യൂച്ചറും സെപ്പറേറ്റ് ആണല്ലോ. പക്ഷെ നമുക്ക് അറബിയില് പ്രസന്റും ഫ്യൂച്ചറും ഒന്നാണ്, അതിന് മുലാരി എന്നായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതില് പ്രസന്റും ഫ്യൂച്ചറും ഒന്നാണ്. പക്ഷെ മലയാളം ഇംഗ്ലീഷ് ഗ്രാമർ നമ്മൾ പഠിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. പക്ഷെ ഇതിൽ അത് രണ്ടും പഠിക്കുന്നത്. അതാണ് ആ ഗ്രാമർ. അതെ, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ അതെ, പാസ്റ്റ് മാലയും മുലാരി എന്ന് പറയുമ്പോൾ പ്രസന്റും ഫ്യൂച്ചറും. അമ്ര എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, കമാൻഡ്സ് ഉണ്ടല്ലോ, കമാൻഡ്സ്, അതിനെയാണ് നമ്മൾ അമ്ര എന്ന് പറയാ. അതായത് നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറയുമല്ലോ, ആജ്ഞാപന ക്രിയ എന്ന് പറയും മലയാളത്തിൽ. ഇമ്പരേറ്റീവ് സെന്റൻസ്, അതിനെയാണ് നമ്മള് അമ്ര എന്ന് പറയാ. അപ്പൊ ആദ്യം ഇത് നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു 3 സംഭവങ്ങളും ഇത് മെയിൻ ആണ്. ഈ മൂന്നെണ്ണം നമുക്ക് മനസ്സിലാക്കിയ പിന്നെ അവിടുന്നാണ് ഫായിലും അതിന്റെ അഡീഷണൽ ആണ് എന്ത് വരേണ്ടത്, ഫായില്, പ്രവൃത്തി ചെയ്യുന്ന ആള്, പിന്നെ മഫ്ഊലു ബിഹി, ആ പ്രവൃത്തി എന്തിലേക്കാണോ മടങ്ങുന്നത്, അപ്പൊ നമ്മൾ അതിലേക്ക് എത്തി. ആ പ്രവൃത്തി എന്തിലേക്കാണോ മടങ്ങുന്നത് അതിനെയാണ് മഫ്ഊലു ബിഹി എന്ന് പറയാം. ഇത്ര നമ്മൾ ബേസിക് ആ 3 ഫസ്റ്റ് കിട്ടണം. ഇസ്മും ഫെയിലും ഹാഫും ആ ഫെയിലിന്റെ 3 ഇനങ്ങളും മനസ്സിലാക്കണം. അപ്പൊ ഇൻഷാല്ലാ ഇങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ചോദിക്കാം. വലിയ കുഴപ്പമില്ല മിസ്സേ, പേടിച്ച പാത്രമൊന്നുമില്ല, സിമ്പിൾ ആണ് പറയുന്ന കേട്ടിട്ട്. സിമ്പിളാണ്. സാജിദ മിസ്സിന് ആവശ്യമില്ലാത്ത കുറെ ടെൻഷനാ, വേറെ ഒന്നുമല്ല. അതന്നെ. എനിക്ക് എക്സാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരോ? അമ്മയുടെ എത്തും, അപ്പൊ നമ്മൾ എത്തിക്കും. ഇനി 1 ഇയർ ഉണ്ട്. ജൂണിലല്ലേ എക്സാം വരുന്നത്, നെക്സ്റ്റ് ജൂണില്. ഇഷ്ടംപോലെ ടൈം. ഈ ആക്ടിവിറ്റി തന്നെ വരിക, വേറെ പുറത്തുനിന്നൊന്നും വരില്ല. ഈ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി തന്നെ വരും, പുറത്തുനിന്ന് ഒന്നും വരില്ല. ഇതിന് എടുത്തു വിടും. ആക്ടിവിറ്റി ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒരു ചാപ്റ്ററിന് എത്ര ആക്ടിവിറ്റിയാ ഉള്ളത്. എക്സാം ഓഫ്ലൈൻ ആയിട്ടാ ഉണ്ടാവുക? അറിയില്ല, അവരോട് പറയാന്നറിയില്ല. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മള് ഫസ്റ്റ് ബാച്ച് അല്ലേ. ഓഫ്ലൈനാ നല്ലതല്ലേ അജിത്ത? ഓക്കെ, നെക്സ്റ്റ് ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ശരി എന്നാ. ആ വർക്കിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം മിസ്സേ? ഏതാണ് നമുക്ക് തന്ന വർക്ക് ഇല്ലേ, വർക്ക്? അതില്ലേ, ഓൾറെഡി അതിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ട് ചെയ്യണ്ടല്ലേ? തല തിരിയാണ്. എന്താ ഡൗട്ട് ഉള്ളത് അതില്? അതില് എന്താ പറയാ, എയിം കൊടുക്കാം എഴുതാൻ പറഞ്ഞിട്ടില്ലേ അതില്? അതിങ്ങനെ പോയിന്റ് ഇട്ട് ഇങ്ങനെ എഴുതണം. അതിന് തന്ന 3
ആ 3 പോയിന്റ് ഉണ്ടല്ലോ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്ക. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതായത് കുറെ വേണ്ട, 2 വരി അത്ര മതി. ആ 2 പേജിൽ വരി. അങ്ങനെ മതി. പിന്നെ അതെ, എഴുതുന്ന കണ്ടന്റില് നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കണ്ടന്റിൽ കൊടുക്കാം. ഇഷ്ടംപോലെ വേണ്ട. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ 1 പേജ് മിനിമം വേണം. അത് ഞാൻ പ്രത്യേകം പറയാണ്. ഒരു ഇതൊക്കെ ക്വസ്റ്റ്യന്റെ ആൻസർ അറബിയിൽ വരണ്ടേ? ചാറ്റ് ജിപിടിനോട് ചോദിക്കല്ലേ? ChatGPT വേണ്ട, അത് പൊട്ടത്തെറ്റാ പറഞ്ഞില്ല, അത് വേണ്ട. ഗൂഗിൾ ചെയ്ത് നോക്കാം, ഗൂഗിളിൽ ഇഷ്ടം പോലെ കിട്ടും. ഒരുപാട് ഗൂഗിൾ ഗൂഗിളിൽ വരുന്ന ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ്. ഗൂഗിൾ ചെയ്തിട്ട് എല്ലാതും കിട്ടുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഇംഗ്ലീഷിലായിരുന്നു. അത് നിങ്ങൾ അറബിയിൽ ടൈപ്പ് ചെയ്ത് നോക്കും, അപ്പൊ കിട്ടും. അറബി ടൈപ്പിംഗ് കോഡ് കയറ്റുക, എന്നിട്ട് അറബിയിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ഉസ്താദിനെ പിടിക്കല്ലേ, അതാ. ഇല്ല, അത് അറബിയിലാകുമ്പോ കിട്ടും. വായിച്ചാ മനസ്സിലാവില്ലല്ലോ മിസ്സിന്. ഇല്ല ഇല്ല ഇല്ല, അതൊക്കെ നമുക്ക് മനസ്സിലാവും. മനസ്സിലാവണമെങ്കിൽ അറബി അതല്ല, നമുക്ക് പിന്നെ മനസ്സിലാവണമെങ്കിൽ അറബി മലയാളത്തിലാണ് വായിച്ചാ കുറെ മനസ്സിലാവില്ലേ? അറബിയിലാകുമ്പോ അതെന്താ ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്ത പ്രശ്നമാണ് അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ AI ടൂള്, എല്ലാത്തിലും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അത്രയ്ക്ക് ടഫായി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം AI ടൂള്. അത് ചിലതൊക്കെ തെറ്റാവും. ഞാൻ ഇപ്പൊ നോക്കണതിലൊക്കെ പകുതി മുക്കാലും എനിക്ക് മിസ് നോക്കി തെറ്റും. കൺഫേം ചെയ്തിട്ടല്ലേ നമ്മളതിൽ സബ്മിറ്റ് ചെയ്യുള്ളൂ. മിസ് ഞങ്ങൾക്ക് ഓക്കെ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇത് അതിലുള്ള ഇംഗ്ലീഷ് മുഴുവൻ അറബി ആക്കുക എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്നും മനസ്സിലാവണില്ല. ഇംഗ്ലീഷിലുള്ളത് കുറെ കിട്ടി, അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. അപ്പൊ ഇനി അതൊക്കെ അറബിയിലാക്കുന്നതാണ് ടാസ്ക്. അതൊക്കെ ശരിയാവും. അത് നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നുകയാണ്. ഇങ്ങനെ നോക്കുക, ഇതില് ചിലവരുടെയൊക്കെ ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് കിട്ടേണ്ടതാണ്. ഇൻഷാല്ല നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ഇൻഷാല്ല അങ്ങനെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരുത്താം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ചില ഭാഗങ്ങൾ നമുക്ക് ചാറ്റ് ജിപിടിനോട് ചോദിച്ചാൽ നമുക്ക് അത് ആ ഇംഗ്ലീഷിന്റെ അറബിയാണ് ഇത് നമുക്ക് മനസ്സിലാവുമല്ലോ വായിച്ചാലേ. അതല്ലാന്നുണ്ടെങ്കിലല്ലേ എഴുതുന്നത് പ്രശ്നമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഓക്കെ 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 ഓക്കെ, പറ്റും. അപ്പൊ തെറ്റാവാതിരുന്നാ എന്ന് മതി. വെച്ച് നമ്മള് ആ സ്രോതസ് ഇതിന് ചാറ്റ് ജിപിടി ചെയ്തണ്ടല്ലോ, അത് ചിലവര് എഴുതിയ പണി വരില്ലേ? ചിലവരൊക്കെ എഴുതിയവരുണ്ട്. അതിന് എന്ത് കൊടുക്കാം? അങ്ങനെ കൊടുക്കണ്ടേ? ഗൂഗിളിൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്നത് പല AI സൈറ്റിൽ ടൂളിന് നിന്നാണ്. കൊടുത്താൽ മതി. AI ആ ടൂളിന് സൈറ്റുകൾ കൊടുത്താൽ എഴുതിയാ മതി. പോരെ? മതി 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 മതി. ഓക്കെ. ഇന്നലെ പിന്നെ സുധിനാ മിസ് വിളിച്ചു, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇരിക്കും മിസ് അതെങ്ങനെ വർക്ക് ചെയ്യാം. മിസ് എന്നെ അല്ല ഗ്രൂപ്പിൽ മിസ്സേ, ഓക്കെ. ഓരോരോ പാഠത്തിന് ഓരോരോ അസൈൻമെന്റ് ആണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ പാഠത്തിന്റെ ബേസ് ആയിട്ടുള്ളതല്ല. ഇത് നമുക്ക് ഒരു ആസ് എ ഒരു അറബിക് ടീച്ചറിന് നമ്മള് ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോ അത് ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണമല്ലോ. ആ ഒരു ഏരിയ, അങ്ങനെ കുട്ടികളുടെ പഠനവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു എന്തായാലും ഇൻഫർമേഷൻ. ഉസ്താദിനോട് ചോദിക്കുന്നതായിരിക്കും നന്നായി. നമ്മള് അറബി പഠിപ്പിക്കുമ്പോ ആ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അപ്പൊ നമുക്കുണ്ടാകുന്ന നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയെന്നും അതിന് നമുക്ക് സൊല്യൂഷനും വേണമല്ലോ. നമ്മൾ ടീച്ചറാണല്ലോ, അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷനും നമ്മൾ തന്നെ കണ്ടെത്തുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശരി, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ശരി, ഇൻഷാല്ല. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇവോ